പ്രളയം വന്നാലും ഋഷിവര്യ, നാം അവിടുത്തെ നിദ്ര തടസ്സം വരുത്താൻ അനുവദിക്കുന്നതല്ല. എന്ത് പറ്റി മിത്രമേ? നമ്മുടെ പാദത്തിൽ അഗ്നിയുടെ തീക്ഷ്ണത എന്തായിരിക്കും ഇതിനുള്ള കാരണം? മാതാവ് ഏതെങ്കിലും അപകടത്തിലാണോ? എങ്കിൽ നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ മാതാവിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തണം. പക്ഷേ എങ്ങനെ പോകാനാകും? മാതാവ് നമ്മോട് നിങ്ങൾ രണ്ടുപേരും നമുക്ക് വാക്ക് തരേണ്ടതാണ്. ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഈ ഭവനത്തിൽ നിന്നും പുറത്തേക്ക് പോകരുത്. ശിവന്റെ ഈ വ്യാകുലത അദ്ദേഹത്തിന്റെ ഏതോ ഭക്തൻ അപകടത്തിലാണെന്ന സൂചനയാണ്. ഈ സമയത്ത് ആർക്കായിരിക്കും അപകടം? അവരുടെ വേദന അദ്ദേഹത്തെ വ്യാകുലതയിൽ ആഴ്ത്തുന്നുവല്ലോ. ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അരുത് മിത്രമേ. എന്തുകൊണ്ട് മിത്രമേ? അവിടുത്തെ പാദങ്ങൾ അഗ്നിയാൽ ജ്വലിക്കുകയാണ്. ജ്വലിക്കുന്ന പാദങ്ങൾക്ക് തണുത്ത ജലത്തിൽ നിന്ന് മാത്രമേ ശാന്തി ലഭിക്കൂ. നമ്മെ അവിടുത്തെ പാദങ്ങൾ കഴുകാൻ അനുവദിച്ചാൽ നമ്മുടെ മാതാവിന്റെ വേദന അധികമാകുന്നതാണ്. നാം അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമുക്കുണ്ടാകുന്ന സുഖം മാതാവിന് ഒരു കഷ്ടമായി തീരുവാൻ പാടുള്ളതല്ല. അവിടുത്തെ പാദങ്ങളിലുള്ള അഗ്നിയുമായി അവർക്ക് എന്ത് ബന്ധമാണുള്ളത് മിത്രമേ? മാതാവിനും പുത്രനും ഇടയിൽ എല്ലാ സുഖദുഃഖങ്ങൾക്കും ബന്ധമുണ്ടായിരിക്കും മിത്രമേ. അതിന്റെ ഫലമായി പരസ്പരം എല്ലാ വികാരങ്ങളും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മിത്രമേ. അതിനാൽ ഈ സമയം നമ്മുടെ മാതാവിന്റെ വേദനയ്ക്ക് കാരണമായ ആ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് മിത്രമേ? വേഗം മാതാവിന്റെ അടുത്ത് പോകാം. നമുക്ക് പോകാൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് പോകാൻ സാധിക്കാത്തത്? നിനക്ക് അവിടേക്ക് നടന്നു പോകാൻ സാധിക്കില്ലേ? അതല്ല മൂഢ. പിന്നെ നമ്മെ മാതാവ് വാക്കുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്. എങ്കിൽ നാം അവിടുത്തെ മാതാവിന്റെ സഹായത്തിനായി നന്ദിയെ അയക്കുന്നതാണ്. അതിന്റെ ആവശ്യമില്ല മിത്രമേ. അപ്പോൾ നമ്മുടെ മാതാവ് അപകടത്തിൽ തന്നെ ആയിരിക്കില്ലേ? ഇല്ല മൂഢ. മാതാവിന്റെ വാക്കുകളാൽ നാം ബന്ധിതനാണ്. പക്ഷേ നമ്മുടെ ഈ ത്രിശൂലം ബന്ധിതനല്ല. ത്രിശൂലമേ, പോകൂ. മാതാവിന് മേൽ വന്നിരിക്കുന്ന അപകടത്തെ അകറ്റിയാലും. മാതേ, തൃശൂലത്തിന് പുറകിലെ നാമും പോകുന്നതാണ്. നമ്മുടെ മാതാവിന്റെ അപകടം വേഗം അകലുന്നതാണ്. വിഷമിക്കേണ്ടതില്ല മിത്രമേ, അപകടം തീർച്ചയായും അകലുന്നതാണ്.
ശിവ, ഇതാണ് അങ്ങയുടെ സ്നേഹത്തിന്റെ ഉദാഹരണം. ഒരാളെ സ്നേഹിക്കുമ്പോൾ അവരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഈ പ്രതിബദ്ധത തന്നെയാണ് അവിടുത്തെ അടിസ്ഥാന സ്വരൂപവും. അല്പസമയങ്ങൾക്കുള്ളിൽ നീ ജ്വലിച്ച് ഭസ്മമായി തീരും. ഇതെന്താണ് ദേവി? ഇത് നമ്മുടെ ബാലശിവയുടെ തൃശൂലമാണല്ലോ. ബാലശിവ ഇവിടെ വന്നിരുന്നോ ദേവി? ഇല്ല ഋഷിവര്യ, ശിവ അവന്റെ തൃശൂലത്തെ അയച്ചതാണ് നമ്മുടെ സുരക്ഷയ്ക്കായി. തൃശൂലമാണ് അഗ്നി അണച്ചത്, നമ്മെ സംരക്ഷിച്ചതും. അവിടുന്ന് സ്വയം അഗ്നിയിലെരിയുകയായിരുന്നോ? പക്ഷെ അവിടുന്ന് നമ്മെ ഉണർത്തിയതേയില്ല. അങ്ങ് ഗാഠമായ നിദ്രയിലായിരുന്നു ഋഷിവര്യ. ഇത്രയും ഗാഠമായ നിദ്രയിൽ ഞാൻ അങ്ങയെ മുൻപൊരിക്കലും കണ്ടിട്ടില്ല. ശരിക്കും എന്തെങ്കിലും വലിയ അപകടം സംഭവിച്ചിരുന്നുവെങ്കിലോ? എങ്ങനെ അപകടം സംഭവിക്കാനാണ് ഋഷിവര്യ? അങ്ങ് തന്നെ പറയാറുണ്ടല്ലോ, നാം ഒരു സാധാരണ മാതാവല്ല, സർവപ്രപഞ്ചത്തെയും രക്ഷിക്കുന്ന ആ ശിവന്റെ മാതാവാണെന്ന്. വളരെ നന്ദിയുണ്ട് തൃശൂലമ്മേ. അവിടുന്ന് ഞങ്ങളെയും നമ്മുടെ കടമയെയും സംരക്ഷിച്ചു. പ്രണാമം മാതേ. പ്രണാമം ഋഷിവര്യ. അവിടുന്ന് ഇവിടെ? അതേ ഋഷിവര്യ, പ്രഭുവിന്റെ വേദന കണ്ടിട്ട് നമുക്ക് സഹിക്കാനായില്ല. അദ്ദേഹം വാക്കുകളാൽ ബന്ധിതനായതുകൊണ്ട് പ്രഭുവിന് മാധവന്റെ രക്ഷയ്ക്കായി ഇവിടെ വരാൻ സാധിക്കില്ല. അതിനാൽ അദ്ദേഹം തൃശൂലത്തെ അയച്ചു. നാമും ഇതിന്റെ പിന്നാലെ ഇവിടേക്ക് വന്നതാണ് ഋഷിവര്യ. നമ്മുടെ ശിവയ്ക്ക് വേദന തോന്നിയോ? അതേ മാതേ, അഗ്നിയിൽ ജ്വലിച്ചപ്പോൾ ഉണ്ടായ അവിടുത്തെ വേദന അവിടെ പ്രഭുവിനെയും വേദനിപ്പിച്ചു. ആ ജ്വാലയുടെ വേദന നമ്മുടെ പുത്രൻ എങ്ങനെ സഹിച്ചിട്ടുണ്ടാവും?
നമ്മുടെ വേദനയിൽ കുറവ് വന്നിരിക്കുന്നു. ഇതിനർത്ഥം ഇതാണ്: നമ്മുടെ മാതാവിൻ്റെ വേദന അകന്നിരിക്കുകയാണ്. നമ്മെ സഹായിച്ചതിന് അവിടത്തേക്ക് നന്ദിയുണ്ട് ത്രിശൂലമേ. ദേവി, നമ്മുടെ ഹൃദയം പറയുന്നത് അവിടുന്ന് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്വമുള്ള സ്ത്രീയാണ് ദേവി. ഇന്നത്തെ ഈ സംഭവം മാതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിലുള്ള അദൃശ്യമായ ബന്ധത്തിൻ്റെ വ്യാഖ്യാനമായി കരുതേണ്ടതാണ്. മാത്രമല്ല, ഇത് 3 ലോകങ്ങളിലും പുനഃസ്ഥാപിക്കുന്നതാണ് ദേവി. യാത്ര ദീർഘമേറിയതാണ്. അധികം കാത്തിരിക്കാനാവില്ല. വന്നാലും നടന്നാലും. ഇപ്പോൾ രക്ഷപ്പെട്ടു രണ്ടുപേരും. പക്ഷേ ഭാവിയിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേദന നൽകുന്നതിലൂടെ ആ ബാലശിവനും വേദന ഉണ്ടാകുമല്ലോ. അപ്പോൾ നാം വീണ്ടും നിങ്ങളെ രണ്ടുപേരെയും ദ്രോഹിക്കുന്നതാണ്. രണ്ടുപേരുടെയും അന്ത്യം കുറിക്കുന്നതാണ്. പ്രഭു, അവിടുത്തെ മാതാശ്രീയും പിതാശ്രീയും സുരക്ഷിതരാണ്, സന്തോഷത്തിലുമാണ്. അവർ മുന്നോട്ടുള്ള യാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. മിത്രമേ, എല്ലാം ശുഭമായി അവസാനിച്ചുവെങ്കിൽ കഥയുടെ ബാക്കി ആരംഭിച്ചാലും. അതേ മിത്രമേ, പറഞ്ഞാലും. പിന്നീട് എന്താണ് ഉണ്ടായത്? സതി പ്രഭു രാമന് എങ്ങനെയാണ് പരീക്ഷണം നൽകിയത്? സതി പ്രഭു ശ്രീരാമനെ പരീക്ഷിക്കുന്നതിനായി സീതയുടെ വിയോഗത്തിൽ ദുഃഖിതനായിരുന്ന രാമന്റെ അടുക്കലേക്ക് പോയി. പ്രഭു ശ്രീരാമന് തന്റെ പത്നി സീതയുടെ വിയോഗമോ? അതെ, ശ്രീരാമൻ തന്റെ പത്നി സീതയോടും സഹോദരൻ ലക്ഷ്മണനോടുമൊപ്പം തന്റെ പിതാവ് ദശരഥന്റെ വാക്ക് പാലിക്കുന്നതിനായി 14 വർഷത്തെ വനവാസത്തിന് പോയതാണ്. വനവാസത്തിനൊടുവിൽ രാവണൻ ശ്രീരാമന്റെ പത്നിയായ സീതയെ അപഹരിച്ചു. സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ശ്രീരാമൻ സീതാദേവിയെ തിരികെ കൊണ്ടുവരുന്നതിനായി വാനരന്മാരുടെ സേനയുണ്ടാക്കി. അങ്ങനെ സമുദ്രം കടന്ന് ലങ്കയിലേക്ക് പോവുകയായിരുന്നു. സമുദ്രം കടക്കുന്നതിന് മുൻപായി ശ്രീരാമൻ സഹോദരൻ ലക്ഷ്മണനോടൊപ്പം രാമേശ്വരത്ത് ജ്യോതിർലിംഗം സ്ഥാപിക്കുകയുണ്ടായി. തൻ്റെ ആരാധ്യൻ ശിവനെ പൂജിക്കുകയായിരുന്നു. ശിവൻ നമുക്കേറെ പ്രിയപ്പെട്ടവനാണ്, നമ്മുടെ ആരാധ്യനാണ്. അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട്, അദ്ദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മറ്റൊന്നിനും സാധിക്കില്ല ലക്ഷ്മണ. അവിടുന്ന് സ്വന്തം കൈയാൽ നിർമ്മിച്ച ഈ ശിവലിംഗത്തിന് പ്രപഞ്ചത്തിൽ എന്ത് ആദരവാകും ലഭിക്കുക ജ്യേഷ്ഠ? നമ്മുടെ കരങ്ങളാൽ നിർമ്മിച്ച നമ്മുടെ ആരാധ്യന്റെ ഈ ശിവലിംഗം രാമേശ്വരം ജ്യോതിർലിംഗമാണ്. അതുപോലെ തന്നെ ഈ സ്ഥാനം പാവനഭൂമിയായ രാമേശ്വരം എന്ന പേരിൽ അറിയപ്പെടും. ഏത് രാമനെയാണോ നമ്മുടെ ശിവൻ ഭജിക്കുന്നത്, ഇന്ന് ആ മഹാനായ ശ്രീരാമന് പരീക്ഷണം നേരിടേണ്ടി വരും. നാം അങ്ങയുടെ പത്നി സീതയുടെ രൂപം ധരിച്ച് അങ്ങയുടെ സമക്ഷം വരുന്നതാണ്. അതിലൂടെ അങ്ങയുടെ പ്രണയവും തിരിച്ചറിയുവാനുള്ള കഴിവും പരീക്ഷിക്കുന്നതാണ്.
ഒരു ഭാഗത്ത് സതി ശ്രീരാമനെ പരീക്ഷിക്കുന്നതിനായി സീതാരൂപം ധരിച്ചു പോവുകയായിരുന്നു. മറ്റൊരു ഭാഗത്ത് നന്ദിയും ഭൂതഗണങ്ങളും ഇതിന്റെ സൂചന നൽകാൻ ശിവന്റെ അടുക്കലേക്ക് പോയി. മാതാവ് വളരെ വലിയ അപരാധം ചെയ്യാൻ പോവുകയാണ്. അവിടുന്ന് മാതാവിനെ തടഞ്ഞാലും പ്രഭു. കേവലം അങ്ങേക്ക് മാത്രമേ തടയാൻ സാധിക്കൂ. സതി സ്വന്തം അപൂർണതയുടെ ഫലം അനുഭവിച്ചേ മതിയാകൂ. അങ്ങേക്ക് മാതാവിനെ തടയാനാകും പ്രഭു. ദയവായി മാതാവിനെ തടഞ്ഞാലും. നന്ദി, ഏതൊരു പ്രവൃത്തിയിലും ഒരാരംഭവും അവസാനവും ഉണ്ടാകും. സതി ഏത് പ്രവൃത്തിയാണോ ആരംഭിച്ചത് അതിന്റെ അന്ത്യവും അവൾ തന്നെ കണ്ടെത്തണം. മാതാവ് സീത, പ്രണാമം മാതേ ആദിശക്തി. അവിടുന്ന് ഇവിടെ തനിച്ച്? മഹാദേവൻ എവിടെയാണ്? ഈ നിമിഷം വളരെ സൗഭാഗ്യകരമാണ്. ശിവന്റെ പൂജ സാധ്യമാകുന്നത് ഏത് ശക്തിയുടെ സാന്നിധ്യത്തിലാണോ, ഇന്ന് അതേ മാതാവ് ആദിശക്തി നമ്മുടെ മുന്നിൽ സ്വയം എത്തിയിരിക്കുകയാണ്. അവിടുന്ന് എത്രയും വേഗം സീതയെ കണ്ടെത്തട്ടെ. നാം ക്ഷമ ചോദിക്കുന്നു. മാതാവ് ആദിശക്തി ക്ഷമ ചോദിക്കേണ്ടതിന്റെ ആവശ്യമില്ല. ക്ഷമ ചോദിക്കുന്നത് മനസ്സിലുണ്ടായ സംശയത്തിന്റെ പേരിലാണ്. അതിനാലാണ് നാം അങ്ങയെ പരീക്ഷിക്കാൻ എത്തിയത്. ആദിശക്തിയുടെ മായയെ ഭേദിക്കാൻ സാധിക്കുന്നത് തീർച്ചയായും പരബ്രഹ്മത്തിന് തന്നെ ആയിരിക്കും. മനസ്സിലായി സമീപവാസി മിത്രമേ. ശിവന്റെ ആരാധ്യൻ വിഷ്ണു ആണ്, വിഷ്ണുവിന്റെ ആരാധ്യൻ ശിവനും. അതിനർത്ഥം അവർ അന്യോന്യം ഭഗവാന്മാരാണ്, ഭക്തരുമാണ്. വളരെ ശരിയാണ്. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലായില്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ? കാരണം ഒരു ഭക്തനാകാൻ സാധിക്കുന്നില്ലെങ്കിൽ
ഭഗവാനാകാനും സാധിക്കില്ല. അതിനാൽ രണ്ടുപേരും ഭക്തന്മാരുമാണ്, ഭഗവാന്മാരുമാണ്. അതിനാൽ മഹാദേവനും വിഷ്ണുവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. പക്ഷെ രണ്ടുപേരും എങ്ങനെയാണ് ഒന്നാകുന്നത് മിത്രമേ? മാതാവ് നമ്മോട് പറഞ്ഞത് വിഷ്ണു സർവവും നിലനിർത്തുന്നവനും സംരക്ഷകനുമാണെന്നാണ്. പക്ഷെ ശിവന്റെ ദൗത്യം സംഹാരമാണ്. മൂഢ, സംഹാരം തന്നെയാണ് സൃഷ്ടിയുടെ ബീജം. സംഹാരം സംഭവിക്കുന്നില്ല എങ്കിൽ സൃഷ്ടിയും സംഭവിക്കുന്നതല്ല. ഒരിക്കലും ജീവന്റെ വഴി നേർവഴിക്കാവില്ല. സംഹാരത്തിന് ശേഷം മാത്രമേ പ്രപഞ്ചത്തിൽ പുതിയ സൃഷ്ടികൾ ഉണ്ടാകുന്നുള്ളൂ.